മൂപ്പരെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് വിചാരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ രംഗങ്ങളൊക്കെ. മൂപ്പരെങ്ങനെ ചിന്തിക്കണം, മൂപ്പര അണ്ടറിലുള്ള ചിന്തയാണ് അതൊക്കെ. ഭൂമിയിൽ നിന്ന് മണ്ണിട്ടുണ്ട് പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവിടുന്ന് സൃഷ്ടിച്ചിട്ട് ഇങ്ങോട്ട് വിടുക. എന്താണ് മുസ്ലിയാരെ? മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. അതിൽ നിന്ന് വന്ന കാര്യങ്ങൾ അതിനുശേഷമുള്ള മനുഷ്യന്മാരെ എങ്ങനെയൊക്കെ സൃഷ്ടിക്കുന്നു, എങ്ങനെ ഉണ്ടാവണമെന്ന് എല്ലാവർക്കും അറിയേണ്ട കാര്യമല്ലേ? ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ അള്ളാഹുന്റെ റസൂലിനെ കുറിച്ച് കളവ് പറയാം. അള്ളാഹുന്റെ റസൂലിനെ കുറിച്ച് കളവ് പറഞ്ഞവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും ഇല്ല. അവൻ ഇസ്ലാമിന് ഉള്ളിലാണോ എന്നുള്ളതിന് സംശയമാണ്. അതിനി പോലീഷാക്കിയിട്ട് പറഞ്ഞാലും പിന്നെ ഈ കളവാക്കിയിട്ട് കുറ്റാക്കിയിട്ട് പറഞ്ഞാലും. എന്നിട്ട് മണ്ണും കൊണ്ട് പോണ രംഗമുണ്ട്. എന്താ കോമഡി അറിയോ? നിങ്ങൾ ഈ കോമഡി അടിക്കാൻ പറ്റിയ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയറോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു പരിപാടിയോ അല്ല ഇസ്ലാം. ഇതൊരു വ്യക്തമായ ധാരണ ഇതിലുണ്ട്. ഇത് അല്ലാഹു തആല ഇറക്കി തന്ന ദീനാണ്, മതമാണ്. അത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റസൂൽ പറഞ്ഞാണ്. ആ പറഞ്ഞതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടക്കാൻ വേണ്ടിയിട്ട്, സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് പോയി ജിബ്രീൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അള്ളാഹ്ക്ക് മണ്ണുണ്ടാക്കാൻ പറ്റൂല നിങ്ങൾ പറയാൻ പറ്റുമോ? അല്ല, നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥമാണല്ലോ അത്. സ്വർഗം സൃഷ്ടിച്ച അള്ളാഹുവിന് അവിടെ കുറച്ച് മണ്ണുണ്ടാക്കാൻ, കളിമണ്ണുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നിങ്ങൾ പറയണത്. അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ബാക്കി കൂടി പറയും. കോമഡി ആണെങ്കിലും കേൾക്കാലോ. ഇസ്ലാമിന് ഉള്ളിൽ നിൽക്കണോ പുറത്ത് നിൽക്കണോ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളി. കേട്ടല്ലോ, മലക്കുകൾ ഇങ്ങനെ ചുറ്റും കൂടിയെന്നാണ്. ഇത് പണ്ട് നമ്മുടെ നാട്ടിലൊരു കാക്ക ഹറമ് ചെന്നിട്ട് പറഞ്ഞു ഇവിടെ മലക്കാളെ കൊണ്ട് നടക്കാൻ വെച്ചാന്ന് പറഞ്ഞു. വെറുതെ കോമഡി അടിച്ചാണ്, അല്ലെങ്കിൽ അയാൾ വലിയ ആളാണെന്നുള്ള നിലക്ക് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി അടിച്ചാ. അതേപോലെയാണ് ഈ ഡയലോഗ്. ആ മണ്ണ് കൊണ്ടടിച്ച് ചെന്നപ്പോൾ ജിബ്രീലിൻ്റെ ചുറ്റും മലക്കൾ, ബാക്കിയുള്ള മലക്കാളൊക്കെ പാടെ കൂടിയെന്ന്. ഇങ്ങനെ തൊപ്പിയും വെച്ചിട്ട് കൈമ നല്ലൊരു മാലയും വെച്ചിട്ട് എന്ത് കളവ് പറയാന്നുള്ളതാണ് ഇവരെ സർട്ടിഫിക്കറ്റ്. ഇവരൊക്കെ സക്കാഫിയാണെങ്കിലും അഹ്സനിയാണെങ്കിലും അവിടെ കൊടുക്കുന്ന പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് എന്താണ്? പച്ച കളവ് പറയാനുള്ളതാ. അതൊരു പ്രത്യേകത ആണ് ഇവർക്ക്. അതെ, അല്ലാ മാഷാ അല്ലാ, വല്ലാത്തൊരു സുഗന്ധം വരുന്നു. എന്താപ്പത്? ആകെ നോക്കാണ്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ കാഴ്ചപ്പാട് എന്താ വെച്ചാൽ ഇവൻ നോക്കണ പോലെയാണ്. ഇവനാ അറിവിന്നിലാവിലെ ആൾക്കാരെങ്ങനെ നോക്കുമല്ലോ. എന്നിട്ട് ഓനായി അതിലിരുന്നാണ്ട് വെള്ളം ഊതുക, അല്ല വെള്ളം കുടിച്ചാൽ വെള്ളം ഊതുക. എന്താ ഊതിയ വെള്ളം ഓ അങ്ങനെ ഊതുമ്പോൾ എന്ത് ചെയ്യുക, മൊബൈലിലെ ആൾക്കാർ എന്ത് ചെയ്യുക, വെള്ളം കൊണ്ടിരിക്കുക. എന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അതാ വെള്ള ഗ്ലാസ്. എന്നിട്ട് ആ വെള്ളത്തേക്ക് ഓ ഊതണ മാതിരി എല്ലാവർക്കും തോന്നുക. എന്നിട്ട് അത് കുടിക്കുക. ഓ അങ്ങനെ വീഡിയോയിൽ തുപ്പുക, എന്നിട്ട് ആ തുപ്പെല്ലാം കുടിക്കുക. ഇതൊക്കെയുള്ള ഓൻ്റെ അനുയായികളുടെ ഇത് പ്രത്യേകത. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അങ്ങനെ ചിന്തിക്കാണ്. ഇങ്ങനെ ഓൻ നോക്കും, അറിയുന്നില്ല ലൈവായിട്ടിരിക്കണോ, അല്ലെങ്കിൽ ഇനി അവിടെ പരിപാടി നടക്കുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ നോക്കുന്നുണ്ടാവും. ആ നോട്ടം ഇങ്ങനെ ഓൻ്റെ മനസ്സിൽ വരുന്നത്. എന്നിട്ട് അവിടെ ജിബ്രീലിൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ വന്ന് ചുറ്റുപാടും നോക്കുകയാണ്. ജിബ്രീൽ ഒരു കൊട്ട മണ്ണേറ്റ് ഇങ്ങനെ അവിടെ പോയി കുത്തിരിക്കുക. കളവ് പറയുമ്പോഴും വേണ്ടേ മുസ്ലിയാരെ? കേട്ടല്ലോ. അപ്പൊ സ്വർഗത്തേക്ക് ഈ മണ്ണ് കൊണ്ട് ജിബ്രീൽ കൊട്ടയിൽ മണ്ണിട്ട് ഇങ്ങനെ പോവാ. വള്ളിക്കൊട്ടയല്ല, ഇനി ടയറും കൊട്ടയൊക്കെ ചിലപ്പോൾ. അങ്ങനെ ആ മണ്ണേറ്റ് അവിടെ എത്തിയാണ്ട് അതൊരു സ്ഥലത്തിന് വെച്ചു നോക്കുമ്പോൾ മലക്കാളാകെ കൂടി എല്ലാവരും കൂടി വന്നു. മണം കൊണ്ട് ആ ഒരു കൊട്ടീത്തെ മണ്ണും കൊണ്ട് കാണിച്ചു വന്നപ്പോൾ ആകെ മണം. നല്ല എന്തൊന്നും അറിയാത്ത, സ്വർഗത്തിൽ പല മണമുണ്ട്, സുഗന്ധങ്ങളുണ്ട്. അതൊന്നും അല്ലാത്തൊരു സുഗന്ധം. അപ്പൊ എന്താണ് അതെന്ന് പറഞ്ഞു കൊടുക്കണേ, അങ്ങോട്ട് കേൾക്കുക. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഈ സ്വർഗത്തിന്റെ സുഗന്ധങ്ങളെയെല്ലാം കവർ ചെയ്തുകൊണ്ട്, മറികടന്നുകൊണ്ട്
എന്ത് സ്വർഗത്തിലുള്ള പല സുഗന്ധങ്ങളുണ്ട്. ആ സുഗന്ധങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് ഒരു കൊട്ട മണ്ണ്. ഇതെന്താ പറയുക, കഥയാണ്. അതുകൊണ്ട് പിന്നെ എന്തും പറയാലോ, ഞമ്മക്കും പറയാം. ഓല് പറയണ കഥയാണ്, നമ്മളും പറയണ കഥയാണ്. അതുകൊണ്ട് ഞമ്മക്കും പറയാം. ഒരു കൊട്ട മണ്ണ്. ആ കൊട്ട മണ്ണ് അവിടെ എത്തിക്കഴിയുമ്പോൾ അതാ മലക്കുകൾ ചുറ്റും കൂടുകയാണ്. മലക്കുകൾ ചോദിക്കുകയാണ്, സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിച്ച ഞങ്ങൾക്ക് എന്തൊന്നില്ലാത്ത സുഗന്ധമാണിവിടെ. ബാക്കി പറയും. അതെ, സ്വർഗത്തിലേക്ക് ഒരു പുതിയ സുഗന്ധം വന്നിരിക്കുകയാണ്. ജിബ്രീൽ കൊണ്ടുവന്ന മണ്ണിൽ, ജിബ്രീൽ കൊണ്ടുവന്ന കളിമണ്ണിന്റെ കൊട്ടയിലൂടെ സുഗന്ധം പരക്കുകയാണ്. പവിത്രമായ മണ്ണിന്റെ ഗന്ധമാണ്. കേട്ടില്ലേ? ഒന്നുകൂടി കേട്ടോളി. പവിത്രം. എന്തിനാണ് മുസ്ലിയാരെ നിങ്ങൾ അള്ളാന്റെ റസൂലിനെ കുറിച്ച് കളവ് പറയുന്നത്? അങ്ങനെ ചരിത്രം നിങ്ങൾക്ക് ഇസ്ലാമിൽ കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ ഷിയാക്കളുടെ വിശ്വാസത്തിന്റെ എല്ലാ അടിസ്ഥാനവും മാന്തി എടുത്തിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ പ്രകാശം ആദം നബിക്ക് മുമ്പേ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതും പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ. ഇതാ അപ്പൊ ആദ്യം നിങ്ങൾ പറയേണ്ടത് എന്താണ്? നിങ്ങൾ അവിടെ പ്രകാശം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേന്നോ? ആ പ്രകാശം കൊണ്ട് ജിബ്രീൽ പോയി നിങ്ങൾ പറഞ്ഞുകൊണ്ടെങ്കിൽ ഓക്കെയാണ്. നിങ്ങൾ അതല്ല പറഞ്ഞത്. ഇവിടെ പറഞ്ഞ എന്താണ്? ഭൂമിയിൽ നിന്ന് മണ്ണ് കൊടുത്ത് ജിബ്രീൽ സ്വർഗത്തേക്ക് പോയി എന്ന്. മുസ്ലിയാർ കോമഡി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇതൊക്കെ മനുഷ്യന്മാർ കേൾക്കുന്നുണ്ട്. നിങ്ങളെ വെള്ളം കുടിക്കുന്ന മനുഷ്യന്മാർ മാത്രമല്ല, ബുദ്ധിയുള്ള ആൾക്കാർ കുറച്ചുകൂടി കേരളത്തിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആ ഊതണ വെള്ളം, നിങ്ങളെ തുപ്പണ തുപ്പലും കുടിക്കുന്ന ആളുകൾ മാത്രമല്ല കേരളത്തിലുള്ളത്. നിങ്ങളവിടെ ലൈവ് ഇട്ടിട്ട് അതിനോട് ഓതി ഊത, എന്നിട്ട് അവനാൻ്റെ വീട്ടിൽ മൊബൈലിൻ്റെ മുന്നിൽ പാട്ടിയിലെ വെള്ളം വെച്ചിട്ട് അവനാൻ തന്നെ ഊതി ആ വെള്ളം കുടിക്കുക. എന്നിട്ട് ആരും ഊതിയതാ? അതാ മറ്റേ ലൈവിലെ ചങ്ങായി. വല്ലാത്ത മനുഷ്യന്മാർ. ആ മനുഷ്യന്മാരോട് പറയാൻ പറ്റിയ കാര്യങ്ങൾ ഓരോട് സ്വകാര്യമായിട്ട് പറയും, അല്ലാതെ പൊതുസമൂഹത്തിനുള്ളിൽ പറയാതിരിക്കുക. ഇങ്ങനത്തെ കളവുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കളവ് പ്രചരിപ്പിച്ചാൽ അത് ഇനി വെള്ള തലീക്കെട്ട് കെട്ടിയിട്ടും കാര്യമില്ല. നിങ്ങളോടൊക്കെ പറയാനുള്ളതാണ്, ആ തലീക്കെട്ടിയ തലീക്കെട്ടെടുത്ത് തൊള്ളി തിരികിയാൽ നിങ്ങൾക്കൊക്കെ കുറച്ചെങ്കിലും ഈമാൻ ഉണ്ടാവും.